ഹലോ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടൂളാണ്. എല്ലാത്തരം വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു ടൂള് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എത്ര ഹെവി ആയിട്ടുള്ളതും വലുതോ ചെറുതോ ആയിട്ടുള്ള എല്ലാ തരം നെട്ടുകളും ബോൾട്ടുകളും അതുപോലെ ഗ്രിപ്പുള്ളതോ ഗ്രിപ്പില്ലാത്തതോ ആയിട്ടുള്ള എല്ലാ സംഭവത്തെയും നമുക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ഈ ഒരു ടൂൾ കൊണ്ട് സാധിക്കും. വളരെ ചെറിയ വർക്ക് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഞാൻ നൗഷാദ് നാട്ടുകര നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സൈക്കിളിന്റെയോ ബൈക്കിന്റെയോ ഒരു ചെയിന്, 1.25 സ്ക്വയർ പൈപ്പ് ഇരുമ്പിന്റെ ഒരു കഷ്ണം, ഒരു സൈക്കിൾ സ്ക്രൂ. ഇത്ര മാത്രമാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ സ്ക്വയർ പൈപ്പിനെ ഒരു 1.5 അടി ലെങ്ത്തിലുള്ളത് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം ഇതിന്റെ ലെങ്ത്ത് കൂട്ടുന്നോ അത്രയും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാനുള്ള വർക്ക് വളരെ എളുപ്പത്തിലാക്കും. ഞാനിവിടെ 1.5 അടി ലെങ്ത്തിലുള്ളതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കൊണ്ട് നടക്കാനുള്ള എളുപ്പമാവുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗത്തുള്ള മൂർച്ചയുള്ള ഭാഗമെല്ലാം ഒരു ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ചുരണ്ടി അതിൻ്റെ മൂർച്ചയെല്ലാം കളയാം. ശേഷം നമുക്ക് ഈ ചെയിനിൻ്റെ ഒരു കണ്ണി അതിൽ നിന്നും വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിൽ ടൈറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു വൈസിന് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ആ ചെയിനിൻ്റെ കണ്ണിയിൽ ആണിയിട്ട് ഉറപ്പിച്ചിട്ടില്ല ആ ഒരു ആണിയുടെ മൂട് ഭാഗം ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ചുരണ്ടി കളയാം. അതിനുശേഷം ആ ചുരണ്ടിയ ഭാഗത്തെ ഒരു ആണി ഉപയോഗിച്ചുകൊണ്ട് അടിയിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ആ ചെയിനിനെ നമുക്ക് അതിൻ്റെ കണ്ണിയിൽ നിന്നും വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ വേർതിരിച്ചെടുത്ത ഈ ഒരു കണ്ണിയിലേക്ക് നമുക്ക് ഒരു സ്ക്രൂ കടന്നു പോകേണ്ട അത്രയും ഗ്യാപ്പ് ആക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഹോള് ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. നമ്മൾ ബൈക്കിൻ്റെ ചെയിനാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ഈ ഒരു ഇതിൻ്റെ വട്ടം കൂട്ടതിൻ്റെ ആവശ്യമില്ല. കാരണം ബൈക്കിൻ്റെ ചെയിനിൻ്റെ കണ്ണി വളരെ വലുതായിരിക്കും. ഇതേപോലെ ഈ സ്ക്രൂ ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഭാഗത്തിന് അതിൻ്റെ ഹോളൊന്ന് വലുതാക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു നേരത്തെ കട്ട് ചെയ്തെടുത്ത സ്ക്വയർ പൈപ്പിന് ഒരു ഹോൾ ഇടാം. അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് 5 mm ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോൾ ഇടാം. ഏത് അളവിലുള്ള നെറ്റ് ബോൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേ അളവിലുള്ള ബിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹോൾ ഇടേണ്ടത്. അതിനുശേഷം ചെയിനിനെ ആ ഒരു സ്ക്വയർ പൈപ്പിനകത്തേക്ക് കടത്തി വെക്കാം. ശേഷം ആ സൈക്കിൾ സ്ക്രൂവിനെ ചെയിനിനകത്തൂടെ പുറത്തേക്കെടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമേ നമുക്ക് ഇതിൽ വർക്കായിട്ട് ചെയ്യേണ്ടതുള്ളൂ. ഈ സൈക്കിൾ സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൈക്കിൾ സ്ക്രൂ ഉപയോഗിക്കുക. അതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ്. ചെയിനിൻ്റെ മറ്റേ അറ്റം സ്ക്വയർ പൈപ്പിനകത്തൂടെ കടത്തി വെക്കുക. ശേഷം നമുക്ക് പിടിക്കാനുള്ള നെട്ടോ ബോൾട്ടോ എന്തായിക്കോട്ടെ ഈ ചെയിനിൻ്റെ ആ വട്ടത്തിലുള്ള ഭാഗത്തേക്ക് ടൈറ്റ് ചെയ്ത് വെക്കുക. ശേഷം ഏത് ഭാഗത്തേക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് തിരിച്ചാൽ മാത്രം മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ശനിയാഴ്ചകളിലൂടെയും അപ്ലോഡ് ചെയ്യാറുള്ള പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.